ഇനി കാസർഗോഡ് കുമ്പളയിലെ സ്ഥിതിഗതികളാണ് നമുക്ക് നോക്കേണ്ടത്. അവിടെ ടോൾ പ്ലാസ സമരത്തിൽ എ.കെ.എം. അഷ്റഫ് എം.എൽ.എക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ജില്ലാ പോലീസ് മേധാവിയാണ് നോട്ടീസ് നൽകിയത്. കുമ്പള ആരിക്കാടിയിൽ ടോൾ പിരിവിനെതിരായ പ്രതിഷേധത്തിൽ 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. ദേശീയപാതയിൽ വാഹനങ്ങൾക്കും പൊതുജനങ്ങൾക്കും മാർഗതടസ്സം സൃഷ്ടിച്ചതിനാണ് പോലീസ് കേസെടുത്തത്. ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും. ഷഫീഖ, നോക്കൂ, ഇന്നലെയൊക്കെ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. അവിടെ ജനകീയ പ്രതിഷേധം, അവിടേക്ക് ഡിവൈഎഫ്ഐ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇതിൽ പിന്തുണ അറിയിച്ചുകൊണ്ട് അവിടേക്ക് എത്തുന്നതൊക്കെ വലിയ സ്ഥിതിഗതികളെ ഒരല്പം കലുഷിതമാക്കിയിരുന്നു. ഇപ്പോഴെന്താണ് അവിടെയുള്ള സാഹചര്യം? എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ഇപ്പോഴും അവിടെ സമരം തുടരുകയാണോ? എ.കെ.എം. അഷ്റഫ് എം.എൽ.എയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റിയുടെ സത്യാഗ്രഹ സമരം ഇന്ന് 3-ാം നാൾ ആരംഭിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധമാണ് ആ പ്രദേശത്ത് ഉള്ളത്. 22 കിലോമീറ്റർ ദൂരപരിധി മാത്രമാണ് അവിടെ നേരത്തെയുള്ള തലപ്പാടി ടോളിൽ നിന്ന് ഈ ആരിക്കാടി ടോൾ ഗേറ്റിലേക്കുള്ളൂ. താൽക്കാലിക ടോൾ ഗേറ്റാണ് എന്നാണ് ദേശീയപാത അധികൃതർ പറയുന്നത്. പക്ഷേ രണ്ടാമത്തെ റീച്ചിന്റെ നിർമ്മാണം പൂർത്തിയാവാത്തത് കൊണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ ഒരു ടോൾ പ്ലാസ നിർമ്മിച്ചത്. ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജില്ലയിലെ മുഴുവൻ 5 എം.എൽ.എമാരും സൂചിപ്പിച്ചിരുന്നു. കോടതിയിൽ ഈ കേസുണ്ട്. ഈ കേസ് പരിഗണിക്കുന്നതിന് ശേഷം, വിധി വന്നതിന് ശേഷം മാത്രമേ അവിടെ ടോൾ പിരിക്കാൻ പാടുള്ളൂ എന്ന ആവശ്യം ഉന്നയിച്ചെങ്കിലും അത് അംഗീകരിക്കാൻ ദേശീയപാത അധികൃതർ തയ്യാറായില്ല. അതിനെ തുടർന്നാണ് ഇന്നലെ രാത്രിയോടെ വലിയ പ്രതിഷേധമുണ്ടായത്. യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ ആൾക്കൂട്ടം പ്രതിഷേധവുമായി ഈ ടോൾ പ്ലാസയുടെ തൊട്ടടുത്തെത്തി. അവിടെ 500-ലധികം ആളുകളെ എതിരെയാണ് ഇപ്പോൾ പോലീസ് സംഘടിച്ചതിനും അതുപോലെ തന്നെ നിയമപരമായ മുന്നറിയിപ്പ്. ശരി, ഞാൻ ഷഫീഖിലേക്ക് വരാം. ഇപ്പോൾ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ തന്നെ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. എം.എൽ.എ, തങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചിരിക്കുകയാണ്. ജില്ലാ പോലീസ് മേധാവി തന്നെ നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന് പറയുന്നത്. എന്താണ് അതിൽ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ ഈ ഒരു അന്യായമായ ടോളിനെതിരെ അതിശക്തമായ സമരമാണ് ഞങ്ങൾ നടത്തുന്നത്. പിന്നെ ഒരു ശാന്തമായിട്ടാണ് സമരം നടന്നുകൊണ്ടിരുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെയായി വലിയ ജനക്കൂട്ടം കാസർഗോഡിന്റെ ഈ സമരപന്തലിലേക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആർക്കെങ്കിലും സാമൂഹിക ദ്രോഹികളെ ഇറക്കി സമരം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊരു സംശയം ഞങ്ങളിലുണ്ട്. തീർച്ചയായും ഒരു കാരണവശാലും ടോൾ സമരത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമേയില്ല. ഇന്നലെ SP നോട്ടീസ് തന്നു കൊല്ലുവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ സമരം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. അല്ല, ഇതിൽ ഈ നോട്ടീസിൽ പറയുന്നത് ഈ പൊതുജനങ്ങൾക്കൊക്കെ മാർഗതടസ്സം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണമെന്നാണല്ലോ. ഞങ്ങൾ പിന്നെ പോലീസ് പറയുന്ന രീതിയിൽ അങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഇതൊരു ജനകീയ സമരമാണ്. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസ് BJP യോജിക്ക് പങ്കാളിത്തമുള്ള സമരമാണ്. ഞങ്ങൾ സമരം തുടരാനാണ് ഞങ്ങളുടെ തീരുമാനം. യെസ്, താങ്കൾ ഇപ്പോഴും അവിടെ ടോൾ പ്ലാസയിൽ സമരം തുടരുകയാണല്ലോ. എങ്ങനെയാണ് അവിടെ ജനപിന്തുണ ഏറി വരികയാണോ ഇപ്പോൾ? തീർച്ചയായും കാസർഗോഡ് ജനത ഈ ജില്ലയുടെ ചരിത്രത്തിൽ ഇന്നുവരെ കാണാത്ത രീതിയിലാണ് ഈ സമരത്തിന് പിന്തുണ നൽകുന്നത്. ബന്ധപ്പെട്ടവർ കണ്ണു തുറന്ന് അന്യായമായി ടോള് കൂട്ടണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ശരി ശരി, നന്ദി ശ്രീ എ.കെ.എം. അഷ്റഫ് എം.എൽ.എ പ്രതികരിച്ചതിന്. ഷഫീഖ് നസറുള്ള തുടരുന്നുണ്ട്. ഷഫീഖ്, നോക്കൂ, അവിടെ 500 പേർക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുത്തു കഴിഞ്ഞിട്ടുണ്ട്. എ.കെ.എം. അഷ്റഫ് എം.എൽ.എക്കാണെങ്കിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി സമരം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. ഇനി എങ്ങനെയായിരിക്കും വരും മണിക്കൂറുകളിൽ അവിടെയുള്ള സ്ഥിതിഗതികൾ മാറാൻ പോകുന്നത്? ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാൻ തന്നെയല്ലേ ഒരു സാധ്യതയുണ്ടാവുക? തീർച്ചയായും തിങ്കളാഴ്ച മുതലാണ് ഇവിടെ ടോൾ പ്ലാസയിൽ യൂസർ ഫീ പിരിക്കുന്നത് ആരംഭിച്ചിരുന്നത്. അന്ന് M.L.A ഉൾപ്പെടെയുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ നിരവധി ആളുകൾ സമരരംഗത്തെത്തിയിരുന്നു. അന്ന് M.L.A ഉൾപ്പെടെയുള്ള 100 കണക്കിന് പേർക്കാണ് കേസെടുത്തത്. അതിനുശേഷം ഇന്നലെ രാത്രി അവിടെ വലിയ പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത 500 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. കേസെടുത്തതിന് ശേഷവും ആ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാവുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത. എത്രയും പെട്ടെന്ന് സമരം തുടരുന്നു. അതിനിടെയാണ് പ്രതിഷേധിച്ചവർക്കെതിരെ 500 പേർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. വിശദാംശങ്ങളാണ് ഷഫീഖ് നസറുള്ള നൽകിയത്.